ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് വിവോ എന്ന് പറഞ്ഞ കമ്പനിയുടെ Y15s എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് പുതിയ മോഡൽ ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡിലൈറ്റ് പ്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനകത്തൊരു ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ അല്ല, നോർമൽ ചാർജർ തന്നെയാണ് വരുന്നത് വിവോൻ്റെ തന്നെ. അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നീട് ഒരു ഹെഡ്ഫോണും വരുന്നുണ്ട്. നോർമൽ ഇതിലുള്ള ഒരു ഹെഡ്ഫോണും പിന്നെ സിം ഇജക്ടറിൻ്റെ ഒരു പിന്നും വരുന്നുണ്ട്. എല്ലാം വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കവറിനകത്താണ് നമ്മുടെ ഫോൺ വരുന്നത്. നമുക്കിനി ഇത് പുറത്തെടുത്തിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ളൊരു ഫോണാണ്. ഒരുപാട് അങ്ങനെ വലിയ സൈസൊന്നും വരുന്നില്ല. കയ്യിൽ ഈസി ആയിട്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള ഫോണാണ്. നമുക്കിത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇയർഫോണിനുള്ള ഒരു ജാക്ക് വരുന്നുണ്ട് 3.5mm. പിന്നെ മൈക്ക് വരുന്നുണ്ട്, ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ പവർ ബട്ടണും, ആ പവർ ബട്ടണിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. ഇടതുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ബട്ടൺസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിം ഇജക്ടറിനുള്ള സിം ഇൻസേർട്ട് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ മുകളിലായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഡ്രോപ്പ് പോലത്തെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഒരു ചെറിയൊരു ഡോട്ട് മാത്രമേ വരുന്നുള്ളൂ. അതിനകത്താണ് ക്യാമറ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പീക്കറും പിന്നെ സെൻസേഴ്സ് എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഷെയ്ഡിലുള്ള ഡിസൈനാണ് ഇതിൻ്റെ പുറകിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ നല്ല ഒരു ക്വാളിറ്റി തോന്നുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാണ്ട് ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്നത്. നമ്മളിത് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു നമ്മൾ ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നോക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയൊരു ഫോണിൻ്റെ പുതിയ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ റാം വരുന്നത് 6GB റാമും അതേപോലെ 128GB ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നുണ്ട്. ഞാനത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 3GB 32GB വേർഷൻസ് മാത്രമാണ് നെറ്റിൽ കാണിക്കുന്നുള്ളൂ. ഇത് പുതിയ മോഡലാണ്. ഈ ഒരു ഫോണിൻ്റെ തന്നെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡലാണ്. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ദുബായിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് ഈ ഒരു ഫോൺ വാങ്ങിയിരിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ദുബായിൽ പ്രൈസ് ആയിരിക്കുന്നത് ഏകദേശം UAE ദിർഹം 500 ദിർഹംസാണ് ആയിരിക്കുന്നത്. ഓഫറിൽ കിട്ടിയ ഫോണാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയിരിക്കുന്ന ദുബായിലുള്ള സംസം എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആ ഒരു ഷോപ്പിനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഒരു ഇൻ്റർഫേസ്. ക്യാമറ ഇതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. അതിനകത്തും നമുക്ക് ഓട്ടോ ഫോക്കസിൻ്റെ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. ബ്രൈറ്റ്നസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡേ ലൈറ്റ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ഫോണാണ് ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.